ഹരീഷിന്റെ ഒരു വ്യക്തിജീവിതം വളരെ ദുരിതപൂർണമാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? നേരത്തെ പാരൻസ് ഒക്കെ മരിച്ചുപോയി. അമ്മ ഞാനൊരു 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി. പിന്നെ അച്ഛൻ ഞാനൊരു 3ാം ക്ലാസ്സിൽ ഞാൻ പിന്നെ മാമൻ്റെ കൂടെ താമസിച്ചു. ഞാനും അച്ഛനും പിന്നെ മാമൻ്റെ വൈഫ് അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് മാറ്റക്കല്യാണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കല്യാണം. അപ്പോൾ അവിടെ താമസിച്ച് പിന്നെ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അച്ഛൻ പിന്നെ അവിടേക്ക് മാറി അവിടെ വീട് വെച്ച്. അപ്പോൾ അവിടെ ഞാനൊരു 4 വർഷം വരെ കൂടെ നിന്ന്, ഒരു 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഇത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുന്നു, അമ്മേൻ്റെ നാട്ടിൽ പെരുമണ്ണ. അവിടെ മാമൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന് അവിടെ നിന്നാണ് 10ാം ക്ലാസ് വരെ പഠിച്ചതും. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഓട്ടോറിക്ഷ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും 2ാമത് എഴുതാനൊക്കെ നിർബന്ധിച്ച് പിന്നെ ഞാനിങ്ങനെ കുറച്ച് മിമിക്രി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ മിമിക്രി പിന്നെ മത്സരിച്ചിട്ടൊന്നുമില്ല. ഞാനും ദേവനും ഈ പിന്നെ ദിലീപേട്ടൻ്റെയും ജയറാമേട്ടൻ്റെയൊക്കെ സ്കിറ്റ്, അന്നത്തെ സ്കിറ്റുകളുണ്ട്. അപ്പം അതൊക്കെ എടുത്തിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ പിന്നെ 10ാം ക്ലാസ്സിൽ നാടകത്തിൽ മത്സരിച്ചിട്ടുണ്ട്. നാടകം അത് പിന്നെ നാറ്റെന്ന് പറഞ്ഞിട്ട് ജയപ്രകാശ് കുള്ളൂർ സാറെ നാടകം. അത് മറ്റേ നമ്മളെ ഹരീഷ് പാരഡിൽ ഇപ്പോഴത്തെ നടൻ നമ്മളെ ഹരീഷേട്ടൻ അതിനെ അന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മാവൻ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു അല്ലേ? 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അച്ഛൻ വരും, അച്ഛൻ പൈസയും കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അമ്മേൻ്റെ കുറച്ച് സ്ഥലങ്ങൾ, അമ്മ വലിയൊരു തറവാട്ടിലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നാളികേരം പറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ SLC 2ാമത് എഴുതാൻ പോയി. എല്ലാവരും നിർബന്ധിച്ച് 2ാമത് ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് അവിടുന്ന് സന്ധ്യനെ കണ്ട് പ്രേമിച്ച് കല്യാണം 10 കൊല്ലം പ്രേമിച്ച്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഈ 17-18 വയസ്സിലാണ് പിന്നെ ഞാനിത് എഴുതാൻ പോകുന്നത്. അതുവരെ ഇങ്ങനെ ഓരോ പിന്നെ പല സ്ഥലത്തും ഇൻഡസ്ട്രിയിൽ പണിക്ക് പോയി. തിരക്കിനിടയിലും 17 വയസ്സിൽ പ്രേമിക്കാനും സമയം കണ്ടെത്തി. നമ്മൾ തിരക്കില്ലല്ലോ, ആത്മവിശ്വാസത്തിനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 17 വയസ്സിൽ പ്രേമിച്ചു, പിന്നെ 10 വർഷം പ്രേമിച്ചു. 10 വർഷം പ്രേമിച്ചു. അപ്പോൾ 17, 10, 27 വരെ ആ പെണ്ണ് കാത്തു നിന്നോ? ആണല്ലേ, ചെറിയ കാര്യമല്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. 10 വർഷമായി. അപ്പം അന്ന് ഈ പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദാരിദ്ര്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാമൻ്റെ വീട്ടിൽ നിൽക്കുന്നയാൾ മാമന് പിന്നെ ജോലിയുണ്ട്, ഭക്ഷണം അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ SLC തോറ്റുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി, ഈ ഇൻഡസ്ട്രിയൽ വർക്ക്, പിന്നെ അത്യാവശ്യം ഈ പിന്നെ കല്ല് പരിപാടി, പറയാൻ പഠിക്കണ്ട, ഇൻഡസ്ട്രിയൽ വർക്ക്, കല്ല് ചെത്ത്, ഓട്ടോറിക്ഷ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് പഠിക്കണമല്ലോ എന്നുള്ളതിൽ മറ്റു ജീവിതം മുന്നോട്ട് പോവില്ലല്ലോ. അപ്പോൾ ഈ പണികൾക്കിടയിലാണ് ഈ ആളുകളെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടായത്. അപ്പോൾ ഇതിലൊന്നും സ്ഥിരമായി നിൽക്കാനും പറ്റില്ല. അങ്ങനെ സ്ഥിരമാക്കിയത് പിന്നെ ലാസ്റ്റ് പെയിൻറ്റിങ് ഇത് ഉറപ്പിച്ചു. കാരണം അത്യാവശ്യം ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം പൈസയും കിട്ടും, ആവശ്യത്തിന് ലീവ് എടുക്കാം, അതിൻ്റെ കൂടുതൽ ഒരു ഓട്ടോറിക്ഷയും ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് കല്യാണം ഒക്കെ ഉറപ്പിക്കുന്നതും. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാവരും നല്ല ഇതിലൊക്കെ ഉള്ള അമേരിക്കയിലോ അടിപൊളിയൊക്കെ ആയിട്ട് അവരൊക്കെ ഈ SLC എഴുതാത്ത പ്രശ്നം, പഠിക്കാത്ത പ്രശ്നങ്ങളൊക്കെ പറയും. നാട്ടിൽ നിന്നും എല്ലാവരും പറയും അങ്ങനെ മിമിക്രി ആയിട്ട് നടന്നാൽ അങ്ങനെ ചെയ്യുക. നാട്ടിൽ ഞാൻ മിമിക്രി എന്നുള്ളത് അറിയില്ലേന്ന്, പുറത്തൊക്കെ പോയിട്ട് അവതരിപ്പിക്കും. അപ്പോൾ നാട്ടിലൊരു കലാസമിതിൻ്റെ ഒരു പിന്നെ കുട്ടികളൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ വെറുതെ മൈക്ക് എടുത്ത് 2-3 നടന്മാരെ അനുകരിച്ച് ചെയ്യും. അനുകരിച്ചപ്പോൾ ആൾക്കാർ ഹരീഷ നന്നായിട്ടുണ്ടല്ലോ. അപ്പം വൈകുന്നേരം എൻ്റെ ഒരു പരിപാടി ആക്കാമെന്ന്. വൈകുന്നേരം ഹരീഷ് വേട്ടങ്കാവിൽ അവതരിപ്പിക്കുന്ന മിമിക്രി എന്ന് പറഞ്ഞിട്ട് അന്ന് അവതരിപ്പിച്ചപ്പോൾ ആൾക്കാർ നന്നായിട്ടുണ്ട്, അപ്പം വാർഷികത്തിന് മുമ്പ് ഒരു പരിപാടിയൊക്കെയാണ്. അങ്ങനെ എൻ്റെ ടീമിനെ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാം ചെയ്ത് അന്ന് ഞാൻ ദിലീപേട്ടനെ അന്ന് ദിലീപേട്ടനെ ആരും അനുകരിക്കാത്ത സമയമാണ്. ഫസ്റ്റ് കോഴിക്കോട് ഞാനാണ് അനുകരിച്ച്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അവിടുന്ന് നാട്ടിൽ നിന്ന് പ്രോത്സാഹന സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. ഏറ്റവും നന്നായി അനുകരിക്കാൻ പറ്റുന്നത് ദിലീപിനെ തന്നെയാണോ? ദിലീപേട്ടനെയാണ് ആദ്യം അനുകരിച്ച്. ദിലീപിനോട് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചി രാജാവൊക്കെയാണ് ഹരീഷിൻ്റെ ദിലീപ് ഇഷ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അന്ന് ആ സമയത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വാഴയും ഇതൊക്കെ കൊണ്ടുപോയിട്ട് കുരുത്തോലയും വാഴയൊക്കെ കൊണ്ടുപോയിട്ട് തിയേറ്ററൊക്കെ അലങ്കരിച്ച് ഉള്ള വീട്ടിൽ നിന്ന് വാഴ വെട്ടി കൊണ്ടുപോകും. ഹരീഷിന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഹരീഷിന്റെ ഫാൻസ് അസോസിയേഷൻ ആണ് നമ്മളല്ല.
ഒരു നാട്ടുമ്പുറത്തുകാരനാണ് അല്ലെ ഈ രക്ഷാധികാരി ബൈജുവിലെ പോലെ അല്ലെങ്കിലും അതുപോലത്തെ ഒരു നാടും അങ്ങനത്തെ ഒരു നാട്ടുമ്പുറം. സിനിമ കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ പോവാ, നാട്ടിൽ ചെല്ലുക. ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പം വീട്ടിലേക്ക് പോകും. നാളെ ഷൂട്ടിൻ്റെ പരീക്ഷ പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോകും. പോയിട്ട് ഇനി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോന്നാലും കുഴപ്പമില്ല, വീട്ടിൽ പോകും. ദിലീപിനെ ഒന്ന് അനുകരിക്കാൻ പറ്റുമോ? മാധവും കള്ളനാ, ചേക്കിൻ്റെ സ്വന്തം കള്ളൻ. പക്ഷേ മാധവും കട്ടമൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല. കള്ളൻ മാധവൻ്റെ കാവലുള്ളപ്പോൾ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്രയും കട്ടി പോരാ ഈ പാപ്പച്ചി സാറായ. യഥാർത്ഥത്തിൽ സിനിമയിലേക്കുള്ള വഴി ഉറപ്പിച്ചു തന്നത് ഈ കണാരൻ വേഷമായിരുന്നു. അപ്പം ഈ സ്കിറ്റിൽ വന്ന് അതിൻ്റെ ശേഷം പിന്നെ ഉത്സാഹ കമ്മിറ്റിയിൽ വന്ന് അതിൻ്റെ ശേഷം പിന്നെ അനിലേട്ടൻ്റെ സപ്തമശ്രീ തസ്കര ആ പടമാണ്. അതിൽ ചെറിയ കള്ളൻ്റെ 3 കള്ളന്മാരിൽ ടൈറ്റിൽ പോണ സമയത്തുള്ള ആ സാധനമാണ് പിന്നെ ബ്രേക്ക് വന്നത്. അതിൻ്റെ ശേഷം പിന്നെ കുഞ്ഞിരാമായണത്തിൽ വന്ന് സാൾട്ട് വെങ്കോട്ടറി, രാജമാറ്റിയാഹു, 2 കൺട്രീസ്, കിങ് ലെയർ, പിന്നെ അങ്ങനെ സിനിമയിലും ഈ ഭാഷയാണ് അല്ലേ? എല്ലാ സിനിമയിലും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഇത് വളരെ വഴങ്ങുന്നുണ്ടോ? താങ്കൾക്ക് വേണ്ടി ഒരു കഥാപാത്രം ഉണ്ടാക്കാൻ ഇങ്ങനെ എഴുതി വെക്കും കോഴിക്കോട് ശൈലി. പക്ഷേ അതെങ്ങനെയായാലും എഴുതി കഴിഞ്ഞാൽ ശൈലി എന്ന് എഴുതി വെക്കുള്ളൂ. അല്ല, സ്ക്രിപ്റ്റിൽ ആ ശൈലിയിൽ എഴുതി വെക്കും. പക്ഷേ എങ്ങനെ ഇവർ എഴുതിയാലും അത് ആ ഒരു സ്റ്റൈലിൽ കിട്ടില്ല. പിന്നെ ഞാൻ എന്നോട് പറയും, ഹരീഷേ നമ്മൾ അറിയും പോലെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് മാറ്റം ഉണ്ടെങ്കിൽ മാറ്റിക്കുമോ എന്ന് പറയും. ഹരീഷിൻ്റെ നമ്മൾ വടകര ഭാഷയിലല്ലേ കാണുന്നുള്ളൂ. പെട്ടെന്ന് കാസർഗോഡ് ഭാഷയിലെ പുത്തമ്പണത്തിൽ കാണുമ്പോൾ അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഈ പുത്തമ്പണത്തിൽ ഞാൻ ആകെ വന്നപ്പം നമ്മളെ ശ്യാം രഞ്ജിത്താൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഹരീഷേ ഇതിൽ കാസർഗോഡായിട്ട് പറഞ്ഞേ. അവൻ കാസർഗോഡോ? എനിക്കറിയില്ല, കാസർഗോഡ് ഞാൻ പറഞ്ഞു നോക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ശ്യാമ ഒന്ന് രഞ്ജിത്താൻ്റെ അടുത്ത് പറയും, കോഴിക്കോട് തന്നെ പറഞ്ഞാൽ പോരെ ചോദിച്ചിട്ട്. അപ്പം ശ്യാം പോയി പറഞ്ഞു, ഹരിച്ചേട്ടൻ പറഞ്ഞു കോഴിക്കോട് തന്നെ പറയാമെന്നാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിടാ എന്താ എനിക്ക് കാസർഗോഡ് പറഞ്ഞാലേ? ഞാൻ പറഞ്ഞു ഞാൻ പറയാം. ചോദ്യത്തിലത്തെ ഞാൻ പറയാം. മമ്മൂക്കാൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ കാസർഗോഡ് പറയാൻ പറ്റില്ല എന്ന്. മമ്മൂക്ക് പറഞ്ഞു അതെന്താണ് അപ്പോൾ എനിക്കൊക്കെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ഭാഷയോ ശൈലിയൊക്കെ ഉണ്ടോ? മമ്മൂട്ടി ഞാൻ പറഞ്ഞു മമ്മൂക്ക പറയും, ബാക്കിയുമ്പോൾ വെറ്റേറ്റ് വെച്ച് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞുതരാൻ ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞപ്പം ഓക്കെ. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഹരീഷിൻ്റെ വായിന്നൊരു കാസർഗോഡ് വരുമ്പോൾ ഇയാൾ കാസർഗോഡുകാരനല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മറ്റതിൻ്റെ ഒരു ആഘാതം ഉള്ളതുകൊണ്ടാണ്, ഈ കണാരൻ്റെ ആഘാതം ഉള്ളതുകൊണ്ടാണ്. ഞാൻ നേരത്തെ ചോദിച്ച ഈ കണാരൻ്റെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കണാരേട്ടൻ വന്നിരുന്ന് കഥ പറയുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നോട്ടടിക്കാൻ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, അന്നേരം ഗാന്ധിയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നു, ഗാന്ധി ഫോട്ടോ കൊടുത്തു, അങ്ങനെയാണ് നോട്ട് ഗാന്ധിയുടെ ഫോട്ടോ വന്നത് എന്നുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ പല ആളുകൾക്ക് ചേർന്നിരുന്ന അങ്ങനെ സ്ക്രിപ്റ്റ് വരുമോ? അതോ ഇത് ഒരാളുടെ തോട്ട് പ്രോസസ് അല്ല? എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം പിന്നെ ഞാനൊക്കെ മിംക്രിയിൽ വന്ന സമയത്ത് ഈ കണാരൻ എന്ന് പറഞ്ഞാൽ നുണപറച്ചിൽ മത്സരത്തിൽ ഒരാൾ വന്നിട്ട് പല ആൾക്കാരും പല നുണകളും പറയുന്ന കൂട്ടത്തിൽ കോസ്റ്റ്യൂം വെറുതെ ജസ്റ്റ് പാൻറ് ഷർട്ട് ഇട്ടിട്ട് വന്ന ഒരാൾ വന്ന് ഒരു നുണ പറഞ്ഞു പോണ സാധനമായിരുന്നു അത്. പിന്നെ ദേവരാജനും വിനോദ് കോവൂരും നിർമ്മലും കൂടി അമൃത ചാനലിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പം അവതരിപ്പിച്ചു വിനോദേട്ടൻ കണാരൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ കോമഡി ഫെസ്റ്റിവലിൽ വന്ന സമയത്ത് വിനോദേട്ടൻ പിന്നെ മറിമായത്തിലൊക്കെ കയറി ഹിറ്റായി നിൽക്കുന്നത്. അപ്പം മനോരമ ചാനൽ തന്നെയാണ് ഈ ഇപ്പോൾ മത്സരം കോമഡി ഫെസ്റ്റിവൽ. അപ്പം മറിമായത്തിലുള്ള വിനോദേട്ടൻ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ടീം ദേവനും എല്ലാവരും പറയുമ്പോൾ ഹരീഷ് ഇങ്ങനെ ടീമുണ്ടാക്കിയിട്ട് ഞാൻ ദേവനും ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിർമ്മല ഞങ്ങളൊക്കെ ഒരുമിച്ച്. അപ്പോൾ ഇങ്ങനെ ടീമുണ്ടാക്കി 5 ആൾ ടീമുണ്ടാക്കിയിട്ട് കോമഡി ഫെസ്റ്റിവൽ ജസ്റ്റ് മത്സരിക്കുക എന്നുള്ളത് വന്ന് ഫസ്റ്റ് സ്കിറ്റ് തന്നെ ഫ്ലോപ്പായി. ഫസ്റ്റ് സ്കിറ്റ് ഓക്കെ, രണ്ടാമത്തെ സ്കിറ്റ് ഫ്ലോപ്പായി. കാരണം റെക്കോർഡിങ് സ്കിറ്റാണ്. റെക്കോർഡിങ് ഞങ്ങൾക്ക് ചെയ്ത് പരിചയമില്ല. ഞങ്ങൾ ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളെ ശൈലിയിൽ റെക്കോർഡ് ചെയ്തു, ഞങ്ങൾ സംസാരിക്കും പോലെ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എലക്ഷൻ സ്കിറ്റൊക്കെ അങ്ങനെ റെക്കോർഡിംഗ് ആണ്, പക്ഷേ അത് അറിയില്ല. ഞങ്ങളുടെ ശൈലിയിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഇതിലൊരു ക്യാരക്ടർ റൗണ്ട് വന്നപ്പം അന്ന് നിർമ്മൽ കുട്ടിയും കോലെന്ന് പറഞ്ഞ സിനിമയിൽ സെലക്ട് ചെയ്ത് പക്രുച്ചേട്ടൻ്റെ. അപ്പം കണാരൻ അപ്പോൾ കണാരൻ ഹരീഷ് ഞാൻ ചെയ്യുക. അപ്പം ഞാൻ ഈ വിനോദേട്ടൻ ചെയ്ത സംഭവങ്ങൾ നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് വിനോദ് കോവൂർ ആദ്യം ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഈ നാട്ടിൻപുറത്തെ പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കലുണ്ട്. അപ്പം എൻ്റെ ഒരു ശൈലിയിൽ ഞാനത് ചെയ്ത് അത് വൻ ഹിറ്റായി. അതിന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടി. അക്ബർ സാർ സിനിമയിൽ വന്ന് അങ്ങനെയാണ്
അങ്ങനെയാണത് കണാരനായത്. കണാരനൊക്കെ ഈ സിനിമയിൽ വരുന്നതിന് മുൻപുള്ള കാലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, പെയിന്റ് പണിക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു സ്വപ്നലോകമായിരിക്കുമല്ലോ. സിനിമയ്ക്ക് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു? സിനിമ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പം ടീച്ചർ ചോദിച്ച് ഓരോരുത്തരോട് ചോദിക്കില്ല എന്താവാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ നടനാവാൻ ആഗ്രഹം. അന്ന് വെറുതെ എന്തിനു പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പറഞ്ഞ്. പിന്നെ എൻ്റെയൊക്കെ പെരുമണ്ണ എന്ന് പറഞ്ഞ നാട്ടിൽ നിന്നൊന്നും ഒരിക്കലും ഈ എറണാകുളം തന്നെ ഞാൻ ഒരു പ്രാവശ്യം കേരളോത്സവത്തിൽ മത്സരിക്കാൻ വേണ്ടി വന്ന സമയത്താണ് കാണുന്നത്, ക്ലബിൻ്റെ ടീം കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഒരിക്കലും പിന്നെ നമ്മൾ ശൈലിയൊന്നും ഇവിടെ വന്ന് ക്ലിക്കാവില്ല. ഞങ്ങൾ പ്രോഗ്രാമിന് ഈ ഭാഗത്തേക്ക് ഈ പ്രോഗ്രാം എടുക്കലും ഇല്ല, അറിയില്ല, മനസ്സിലാവില്ല എന്നുള്ള ഇതിൽ മലപ്പുറം വരെ ആണ് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യുക. ആ ഭാഗത്തേക്കാണ് കൂടുതൽ ഷോ. അപ്പം ഈ ഞാൻ പിന്നെ സ്കൂള് SSLC വരെ പഠിച്ച്, ഞാൻ ദേവരാജൻ ഒരുമിച്ച് പഠിച്ചാണ്. പിന്നെ ദേവൻ ഗുരുവായൂരപ്പൻ കോളേജിലൊക്കെ പോയി, പിന്നെ ഈ ബി സോൺ ഇൻ്റർ സോണുകളൊക്കെ മിമിക്രിയിൽ ഫസ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഈ ദേവരാജന് അത്യാവശ്യം ഇങ്ങനെ ഇത് വന്നുകൊണ്ട് പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ ഒരു മാതൃഭൂമി കലോത്സവം വന്ന സമയത്ത് അതിൽ ഇവരെ ടീം മിമിക്സിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഇവർ ടീമായിട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ നാട്ടിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തെ ലാൻഡ് ഫോണുള്ളത്. അപ്പോൾ അവിടെ ദേവൻ എന്തോ വെറുതെ ഹരീഷ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയുമെന്ന്. അപ്പോൾ ഞാൻ അതിൽ പോയ പിന്നോട് പറഞ്ഞു ഇങ്ങനെ ദേവൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് പോയി. ഇവൻ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ താഴെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ദേവൻ്റെ അമ്മ പറഞ്ഞു ദേവൻ താജിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. താജിലോ? അങ്ങനെ ഞാൻ ബസ് കയറി ടൗണിൽ പോയി താജ് ഹോട്ടലിൽ ചെന്നപ്പോൾ ഇവൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ വന്നില്ല. അപ്പോൾ ഹരീഷ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും പ്രോഗ്രാമിന് കയറി. ആ പ്രോഗ്രാം നല്ല ഹിറ്റായി. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ചെറിയ ക്ലബ്ബുകളും അന്നൊക്കെ പ്രോഗ്രാം അന്ന് 3-4 ആളൊക്കെ വെറും 500 രൂപയ്ക്കൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയം. പിന്നെ അത് ഞങ്ങൾ സൂപ്പർ ജോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ വന്ന് അവിടുന്ന് പിന്നെ മിമിക്രി അതിൻ്റെ കൂട്ടത്തിൽ ഈ അല്ലാതെ പെയിൻറ്റിങ്ങും ഓട്ടോറിക്ഷ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇപ്പോഴും സ്റ്റേജ് സജീവമാണല്ലേ? സ്റ്റേജ് പ്രധാനപ്പെട്ട ഒരു സിനിമയാണോ അതോ സ്റ്റേജ് ആണോ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ്? എന്നാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ, സ്റ്റേജ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഇപ്പോഴും മലബാറിൽ? ഇപ്പോഴല്ല, ഞാനിപ്പോൾ ഈ ന്യൂ ഇയറിനൊക്കെ ട്രിവാൻഡ്രം ക്ലബ്ബിലൊക്കെ പ്രോഗ്രാം ചെയ്ത്. ഒരു മധ്യ തിരുവിതാംകൂറുകാരൻ്റെ വേഷം സിനിമയിൽ ഓഫർ ചെയ്താൽ സ്വീകരിക്കുമോ? സ്വീകരിക്കും. പക്ഷേ ഈ ഭാഷ അപ്പം ഈ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയി എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ? അതാണ് ഉണ്ട്. ആൾക്കാർ പെട്ടെന്ന് എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന കോഴിക്കോട് ശൈലി. കണാറിനോടൊപ്പം ഈ ബാബുവേട്ടൻ ഒറ്റ ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആ ഒരു ബാബുവേട്ടൻ അത് ബാർബർ ഷോപ്പ് സ്കിറ്റാണ്. അതിൽ പിന്നെ ഞാൻ ബാർബർ ബാബു, നിർമ്മൽ, ശശി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ദേവൻ അവിടെ ഷേവ് ചെയ്യാൻ വരുന്ന ഒരാൾ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇരുന്ന് പിന്നെ ഇതിൽ 5 ആൾക്കും ക്യാരക്ടർ വേണമല്ലോ. അപ്പോൾ ഇരുന്ന് ചിലപ്പോൾ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, കുറേ നേരം വൈകുന്നേരം വരെ ഇരുന്ന് പിരിയും. പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ പിന്നെ ഞങ്ങൾ എഴുതുന്ന പരിപാടിയില്ല. പറഞ്ഞ് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ല. റിഹേഴ്സൽ ചെയ്ത് അതിന് വേറെ ഒന്ന് വരും. അങ്ങനെ പോവുക. ബാബുവേട്ടൻ പരമ്പര ഉണ്ടായിരുന്നു അതോ ആ ഒരൊറ്റ സ്കിറ്റ് മാത്രമേ? ഒറ്റ സ്കിറ്റ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പോപ്പുലർ ഈ ബാബുവേട്ടനായിരിക്കില്ലേ? ബാബുവേട്ടനാണ് ഫസ്റ്റ് വന്ന് പോപ്പുലർ ആയത്. അതിൻ്റെ ശേഷമാണ് കണാരൻ. ആദ്യം ബാബുവേട്ടനാണ് വന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്കിറ്റ് ചെയ്ത് രണ്ടാമത്തെ റെക്കോർഡിങ് സ്കിറ്റ് ഫ്ലോപ്പായി. അതിൻ്റെ ശേഷം അപ്പം ഇനി ഔട്ടാവും. അന്ന് രാത്രി ഇരുന്ന് ചെയ്ത സ്കിറ്റാണ് ഈ ബാർബർ ഷോപ്പ്. ഒറ്റയടിക്ക് ചെയ്തെടുത്ത സാധനമാണ് ബാർബർ ഷോപ്പ്. അത് 5 ക്യാരക്ടർ ഉണ്ടാക്കി അത് അങ്ങനെ ചെയ്ത് അത് പിറ്റേ ആ ദിവസം ഷൂട്ട് ചെയ്ത് ഭയങ്കര ഹിറ്റായി. അത് യൂട്യൂബിൽ വന്ന് ഹിറ്റായി. അതാണ് ഫസ്റ്റ് ഞങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന സംഭവം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കണാരൻ ചെയ്തത്. പിന്നെ കണാരൻ സെക്കൻഡ് ചെയ്ത്, തേർഡ് ചെയ്ത്, 3 പാർട്ടായിട്ട് ചെയ്തു. ഈ കണാരന് നേരത്തെ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നോ? ഈ പുളുവടിക്കുന്ന ഒരു കണാരൻ? ഇല്ല, ഞാൻ പറഞ്ഞ പുളുവടിക്കുന്ന ഈ നുണ പറച്ചിൽ മത്സരത്തിൽ വന്ന ജാലിയൻ കണാരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. കണാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ. അപ്പം ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയത് പിന്നെ വിനോദേട്ടൻ, ദേവൻ, നിർമ്മലും കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. ഈ മമ്മൂട്ടി താങ്കളെ ആദ്യം കാണുമ്പം നിങ്ങളെന്താ ബാബുവേട്ട ഇങ്ങനെ ആ ഡയലോഗ് പറഞ്ഞ് താങ്കളെ അഭിനന്ദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അത് പിന്നെ മമ്മൂക്ക എല്ലാ സ്കിറ്റും എല്ലാ പരിപാടിയും കാണുമല്ലോ. അപ്പം പിന്നെ അച്ചാദ്യം സിനിമേൻ്റെ ഷൂട്ടിന് അപ്പം മമ്മൂക്കാൻ്റെ കൂടെ സീന്. അപ്പം മാർത്താണ്ട് സാറ് ഹരീഷേ ഡയലോഗും തെറ്റിക്കരുതേ. ഇല്ല, അതിലാണെങ്കിൽ എനിക്ക് തമിഴ് പറയാൻ അറിയാത്ത തമിഴാണ് പറയേണ്ടത്.
അങ്ങനെ അപ്പം മമ്മൂക്കൊന്ന് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു ആളുകളെ ഇങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂക്ക് അങ്ങനെ ഒന്ന് ഇങ്ങനെ ആ എന്തൊക്കെയാണ് പോകപ്പെട്ട സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പം മനസ്സമാധാനമായി. ദിലീപിന്റെ ഫാനാണ് അല്ലേ? ദിലീപേട്ടൻ്റെ ഞാൻ ഫാൻസ് അസോസിയേഷനിലൊക്കെ ദിലീപ് അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് കൊച്ചി രാജാവ് കൊച്ചി രാജാവാണ് പേര്. ഇപ്പോഴും ദിലീപിന്റെ ഫാനാണോ? ഇപ്പോഴും ഫാനാണ്. ഈ ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തനം എന്ത് പ്രവർത്തനമാണ്? അത് ദിലീപേട്ടൻ്റെ പടം വരുമ്പം തിയേറ്റർ അലങ്കരിക്കുക, പാലഭിഷേകം നടത്തുക, ശിങ്കാരി മേളം. അത് അദ്ദേഹത്തിന് അറിയാമോ? ദിലീപേട്ടനോട് ഞാൻ ഫസ്റ്റ് 2 കൺട്രീസ് പടം ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച് അന്ന് ഞാൻ പറഞ്ഞു